ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്ക് വ്യൂസ് സെറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, അതെങ്ങനെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. എങ്ങനെ URL സെറ്റ് ചെയ്യാം, അതേപോലെ എങ്ങനെ വ്യൂസ് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ടെംപ്ലേറ്റ്സ്, അതായത് ജാങ്കോ എന്ന് പറയുന്നത് MVT, അതായത് MVC അല്ലെങ്കിൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്സ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഒരു വെബ് ഫ്രെയിം വർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് ടെംപ്ലേറ്റ്സ്, എങ്ങനെ നമുക്ക് ജാങ്കോയിൽ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള HTML പേജുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗസറിൻ്റെ കൂടെ ആയിരിക്കും നമുക്കത് റൺ ചെയ്യിപ്പിക്കുക. ബ്രൗസറിൽ എന്ത് കാര്യങ്ങളും നമ്മൾ റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അത് HTML, CSS, JavaScript ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു യൂസർ അവരെ ഈ ആപ്ലിക്കേഷൻ്റെ സ്ക്രീനിൽ നമ്മൾ വെബ്സൈറ്റ് വഴി കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെബ് പേജസുകൾ നമുക്ക് എങ്ങനെ ചേർത്ത് കൊടുക്കാം, എങ്ങനെയാണ് ഇതിലൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യിപ്പിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ പറഞ്ഞത് HTTP റെസ്പോൺസ്, അതായത് ഒരു സ്ക്രീനിൽ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത് മാത്രമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രീനിൽ വെൽക്കം ടു ജാങ്കോ, അതേപോലെ ഇറ്റ് ഈസ് എ കോൺടാക്ട്സ് പേജ്, ഇറ്റ് ഈസ് എ ഹെൽപ്പ് പേജ്, അങ്ങനെയുള്ള കുറച്ച് പേജുകളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യിപ്പിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത ഫയലുകളൊക്കെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് വ്യൂവിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡെക്സ് എന്നുള്ളൊരു മെത്തേഡും അതേപോലെ അതിനൊരു URLും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ടെംപ്ലേറ്റ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ആപ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് അതേപോലെ മാർക്ക് എന്നുള്ള 2 ആപ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ സ്റ്റുഡൻസ് എന്ന ആപ്പിലാണ് ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആപ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിൻ്റെ പേര് ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇതേ പേര് തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ എന്താണോ നമുക്ക് ഒരു ഫോൾഡർ, നമ്മൾ ആപ്സിൻ്റെ ഉള്ളിലൊരു ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ index.html എന്ന പേരിൽ ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് ഹെഡിങ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ബോർഡിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു H1 എന്നിട്ടതിന് ശേഷം വെൽക്കം ടു ജാങ്കോ എന്നുള്ളൊരു മെസ്സേജ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ഇത് ഡിസൈൻ ചെയ്യണത്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ index.html എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് HTML കുറച്ച് ടാഗ്സുകൾ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൽ പോവുക. മെയിൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മൈ സൈറ്റാണ്. അതിൽ സെറ്റിങ്സ് എന്നുള്ള ഫയലുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഇൻസ്റ്റാൾഡ് ആപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന അതേ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഏതാണ്ട് 56ാമത്തെ ലൈനിലാണ് വരുന്നത്. ഇതിൽ ഡയറക്ടറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുക, ടെംപ്ലേറ്റ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ അതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ വ്യൂ എന്നുള്ള ഫയലിൽ പോവുക. ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ HTTP റെസ്പോൺസാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ലൈൻസ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, റെൻഡർ എന്ന് ചേർത്ത് കൊടുക്കുക. റെൻഡർ എന്ന് പറഞ്ഞ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതിനാണ് റെൻഡർ എന്ന് പറയുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ മുകളിൽ കൊടുത്ത ഇതിനെയാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു കോമ ഇടുക. എന്നിട്ട് ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മൾ എന്ത് പേരിലാണോ ഇവിടെ
ഫയൽ ക്രിയേറ്റ് ചെയ്തത്, അതായത് ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പേരിലാണോ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ടെംപ്ലേറ്റ്സ് index.html എന്ന് ചേർത്ത് കൊടുത്തു. URL-ലൊന്നും നമ്മളൊരു മാറ്റം വരുത്തേണ്ട, സെയിം ഇതേ രൂപത്തിൽ തന്നെ URL അതേ രൂപത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്നുകൂടി സേവ് ചെയ്തു. ഇനി ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്ത് കിടക്കുന്നുണ്ട്. ഞാനിവിടെ വന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് മെസ്സേജാണോ നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് ഈ വെബ് പേജിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കാര്യമാണോ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി വീണ്ടും ഞാനിതിൻ്റെ ഉള്ളിൽ കോണ്ടാക്ട്സ് എന്നുള്ള പേരിൽ വേറൊരു വെബ് പേജ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കോണ്ടാക്റ്റ് എന്ന പേരിൽ വേറൊരു വെബ് പേജ് കൂടി ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ജസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്ന് ഒരു മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഇറ്റ് ഈസ് കോണ്ടാക്ട് പേജ് എന്നും ചേർത്തു. ഇറ്റ് ഈസ് കോണ്ടാക്ട് പേജ് എന്നും ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വ്യൂവിൽ പോയിട്ട് നമുക്കിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. ഡിഫ് എന്നിട്ട് ഇവിടെ വന്ന് കോണ്ടാക്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് ചേർത്തു, കോളൻ ഇട്ടു. അതിനുശേഷം റിട്ടേൺ സ്പേസ് റെൻഡർ സ്പേസ് റിക്വസ്റ്റ് സ്പേസ് അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയലിൻ്റെ പേര് contact.html ആണ്. ആ ഫയൽ നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുക, URL പോവുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാത്ത് എന്ന് ചേർത്തു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആ ഫയലിൻ്റെ പേരെന്താണോ അത് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് വ്യൂസ് എന്ന് ചേർത്തു. ഡോട്ട് കോണ്ടാക്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നെയിം ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് കോണ്ടാക്റ്റ് എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതൊന്നും കൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇനി ഇവിടെ വന്ന് ഒന്ന് റൺ ചെയ്യിപ്പിച്ചു. അതിനുശേഷം സ്ലാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കോണ്ടാക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ വെബ് പേജിലേക്ക് ഒരു ടെംപ്ലേറ്റ്സ് ചേർത്ത് കൊടുക്കാമെന്നും ആ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കാമെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.